ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രി 4ാം പാഠത്തിൻ്റെ വിലയിരുത്താം എന്ന ഭാഗമാണ്. ഇത് മലയാളം മീഡിയത്തിൻ്റെയാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ടേബിളാണ്. ത്രികങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ആരായിരുന്നു? നമ്മൾ പഠിച്ചതാണല്ലോ, ഡോബറൈനർ. അടുത്തത് ന്യൂലൻസ് എന്താണ് കണ്ടെത്തിയത്? അഷ്ടമ നിയമമാണ് ന്യൂലൻസ് കണ്ടെത്തിയത്. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന രീതിയിൽ മൂലക വർഗീകരണം നടത്തിയത് ആരാണ്? അതാരാണ്? അന്റോയിൻ ലവോസിയാണ്. മുഴുവൻ പേര് നമുക്ക് വേണമെങ്കിൽ എഴുതാം, അന്റോയിൻ ലവോസിയെ. ആധുനിക പീരിയോഡിക് നിയമം കൊണ്ടുവന്നത് ആരാണ്? ഹെൻറി മോസ്ലി. നിങ്ങളുടെ ടെക്സ്റ്റിൽ മോസ്ലി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2,1 അതായത് ലിഥിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2+1, 3 ഇലക്ട്രോണാണ് ആകെ ഉള്ളത്. അപ്പോൾ അറ്റോമിക നമ്പർ എന്ത് തന്നെയായിരിക്കും? 3. കാരണം എന്താ? അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയല്ലേ ഇലക്ട്രോണിൻ്റെ എണ്ണവും. അടുത്തത് ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 8 അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? ആദ്യത്തെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ ആണ്, അപ്പോൾ 2 എഴുതാം. ഇനി 6 കൂടി ഉണ്ടല്ലേ 8 എണ്ണത്തിൽ, അത് അടുത്ത ഷെല്ലിൽ വയ്ക്കാം. ഗ്രൂപ്പ് നമ്പർ എങ്ങനെ എഴുതാം? ഗ്രൂപ്പ് നമ്പർ എഴുതാനായി അവസാനത്തെ ഷെല്ലിൽ, അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നോക്കേണ്ടത്. 1, 2 ആണ് ഇവിടെ ഉള്ളതെങ്കിൽ അതേ നമ്പർ തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, അവസാനം 1, അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 1. പക്ഷേ 3, 4, 5, 6 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ 10 ചേർത്ത് എഴുതുക, അപ്പോൾ 16. പീരീഡ് നമ്പർ കണ്ടെത്താൻ എളുപ്പമാണ്. ഇവിടെ എത്ര ഷെല്ലുകളുണ്ട്? ഇത് 1ാമത്തെ ഷെല്ല്, ഇത് 2ാമത്തെ ഷെല്ല്, അപ്പോൾ 2. എത്ര ഷെല്ലാണോ ഉള്ളത് ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അറ്റോമിക നമ്പർ 18. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വയ്ക്കാം, അടുത്ത ഷെല്ലിൽ പരമാവധി 8. ഇപ്പോൾ ടോട്ടൽ 10 ഇവിടെ 18ൽ ഇനി 8 കൂടി വെക്കണം, അത് അടുത്ത ഷെല്ലിൽ വയ്ക്കാം. ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 8 അല്ലേ, അപ്പോൾ 10 + 8 എന്ന് പറഞ്ഞാൽ 18. പിരീഡോ? എത്ര ഷെല്ലുകളുണ്ട് ഇവിടെ? 1, 2, 3, അപ്പോൾ 3. അടുത്തത് കാൽഷ്യം. അറ്റോമിക നമ്പർ അറിയില്ല, ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 + 8 + 8 + 2, 20 ഇലക്ട്രോൺ. അപ്പോൾ അറ്റോമിക നമ്പറും 20. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താം. അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അവസാനം 1, 2 ആണെങ്കിൽ അതേ നമ്പറാണ് എഴുതേണ്ടത്. പീരീഡ് നോക്കാം. ഇവിടെ എത്ര ഷെല്ലുകളുണ്ട്? 1, 2, 3, 4, അപ്പോൾ 4. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, പീരീഡ്, ഗ്രൂപ്പ് ഒക്കെ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 4 കോളങ്ങൾ തിരിക്കാം. 1ാമത്തെ കോളത്തിൽ മൂലകം, അതായത് ക്വസ്റ്റ്യനുകൾ. 2ാമത്തെ കോളത്തിൽ ഇലക്ട്രോൺ വിന്യാസം. 3ാമത്തത് ഗ്രൂപ്പ് നമ്പർ അല്ലെങ്കിൽ ഗ്രൂപ്പ്. 4ാമത്തത് പീരീഡ് നമ്പർ അല്ലെങ്കിൽ പീരീഡ് എന്ന് എഴുതാം. ആദ്യത്തേത് കാർബൺ 6, 12. നമുക്കറിയാം ഈ താഴെ തന്നിരിക്കുന്നത് അറ്റോമിക നമ്പറും മുകളിലെത്തത് മാസ് നമ്പറുമാണ്. ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറ്റോമിക നമ്പർ മതി. 6 അറ്റോമിക നമ്പർ, അപ്പോൾ 6 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ആദ്യത്തെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ, അത് വെച്ചു. 6 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺ എഴുതി. ഇനി 4 കൂടി എഴുതാനുണ്ട്, അത് അടുത്ത ഷെല്ലിൽ എഴുതാം. ഇനി ഗ്രൂപ്പ് കണ്ടെത്താം. ഗ്രൂപ്പ് കണ്ടെത്താൻ ഏറ്റവും അവസാനത്തെ ഷെൽ, അതായത് ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് നോക്കേണ്ടത്. ഇവിടെ 4 അല്ലേ. ഈ നമ്പർ 1 അഥവാ 2 ആണെങ്കിൽ അതേ നമ്പർ തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. അതല്ല മറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ 10 ചേർത്ത് എഴുതുക, അതായത് 10 + 4, 14. പീരീഡ് ഏതാണെന്ന് നോക്കാം. അതിനിവിടെ എത്ര ഷെല്ലുകളുണ്ടെന്ന് നോക്കുക. 1, 2, അപ്പോൾ 2 പീരീഡ്. അടുത്തത് മഗ്നീഷ്യം 12, 24. അറ്റോമിക നമ്പർ 12. ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം?
ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 എണ്ണം. അതിൽ അടുത്ത ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണേ വെക്കാൻ പറ്റുള്ളൂ, അത് വെച്ചു. ഇപ്പോൾ ടോട്ടൽ 10 എണ്ണം എഴുതി. 12 എണ്ണത്തിൽ 10 എണ്ണം എഴുതി കഴിഞ്ഞു. 2 എണ്ണം കൂടി എഴുതണം, അത് അടുത്ത ഷെല്ലിൽ എഴുതാം. ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? ഇവിടെ 1 2 ആണെങ്കിൽ അതേ നമ്പർ തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. പിരീഡോ? ഇവിടെ എത്ര ഷെല്ലുണ്ട്? 1 2 3, 3 ഷെല്ല്. അപ്പോൾ പിരീഡ് 3. അടുത്തത് ക്ലോറിൻ 17 ആണ് അറ്റോമിക നമ്പർ. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ പരമാവധി 2, അടുത്ത ഷെല്ലിൽ 8. ഇപ്പോൾ ടോട്ടൽ 10 എണ്ണം എഴുതി. 17 എണ്ണത്തിലെ 10 എണ്ണം കഴിഞ്ഞു. ഇനി 7 എണ്ണം കൂടി എഴുതാനുണ്ട്. 17 എണ്ണത്തിൽ 10 എണ്ണം ഇപ്പോൾ ടോട്ടൽ എഴുതി. ഇനി 7 എണ്ണം അടുത്ത ഷെല്ലിൽ വെച്ചു. ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 10 + 7, അതായത് 17. പിരീഡ് ഏതാണ്? 1 2 3, 3 ഷെല്ലുകൾ. അപ്പോൾ പിരീഡ് 3. അടുത്തത് അലുമിനിയം 13 27, 2,8,3 ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 10 + 3, അതായത് 13. പിരീഡോ? 1 2 3, 3 ഷെല്ലുകൾ. അപ്പോൾ 3. അടുത്തത് നിയോൺ നോക്കാം. അറ്റോമിക നമ്പർ 10 ആണ്. അപ്പോൾ 2,8. ഗ്രൂപ്പ് ഏതാണ്? 10 + 8, അതായത് 18. പിരീഡോ? 1 2, അതായത് 2 ഷെല്ലുകൾ. അപ്പോൾ 2. ഇനി നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുക. അത് ഞാൻ വിശദമായിട്ട് പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് എന്നൊരു മൂലകമുണ്ട്. അതിൻ്റെ ആറ്റത്തിന് 3 ഷെല്ലുകളാണുള്ളത്. അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ് ഉള്ളത്. നമുക്കറിയാം ഒരു ആറ്റത്തിന് KL MN അങ്ങനെയൊക്കെയാണ് ഷെല്ല് പോകുക. 3 ഷെല്ലെന്ന് പറയുമ്പോൾ എക്സിന് K ഷെല്ലുണ്ട്, L ഷെല്ലുണ്ട്, M ഷെല്ലുണ്ട്. M ഷെല്ലാണല്ലോ അപ്പോൾ ബാഹ്യതമ ഷെല്ല്. ഇതിൽ 6 ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇലക്ട്രോൺ K ഷെല്ലിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ L ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ വയ്ക്കുകയുള്ളൂ. ഇലക്ട്രോൺ L ഷെല്ലിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ M ഷെല്ലിലേക്ക് പോകുകയുള്ളൂ. അതിനർത്ഥം ഈ 2 എണ്ണവും നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് M ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഉള്ളത്. അപ്പോൾ ഇവിടെ പരമാവധി 2 ഇലക്ട്രോൺ അല്ലേ? ആ 2 എണ്ണവും ഇവിടെയുണ്ട്. എല്ലിൽ പരമാവധി 8 എണ്ണം വയ്ക്കാം, ആ 8 എണ്ണവും ഇവിടെ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് ചോദിച്ചത്. ആൻസർ എന്താണ്? 2,8,6. ബി ക്വസ്റ്റ്യൻ ഇതാണ്. അറ്റോമിക നമ്പർ എത്രയാണ്? ഇവിടെ ആകെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 + 8 + 6, അതായത് 16. അത് തന്നെയല്ലേ അറ്റോമിക നമ്പർ. അപ്പോൾ 16. 3ാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പിരീഡ് ഏതാണ്? ഇതിന് എത്ര ഷെല്ലുകളുണ്ട്? 1 2 3, അപ്പോൾ പിരീഡ് 3. ഡി ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഏതാണ്? 6ൻ്റെ കൂടെ 10 ചേർക്കുക, അതായത് 16. ഈ ക്വസ്റ്റ്യൻ, ഈ മൂലകത്തിൻ്റെ പേരും പ്രതീകവും എഴുതുക. അറ്റോമിക നമ്പർ 16 ഉള്ളത് സൾഫറിനാണ്. പ്രതീകം S. ഇനി ഈ മൂലകം ഏത് കുടുംബത്തിലെയാണ്? ഗ്രൂപ്പ് 16 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കുടുംബമാണ്. അടുത്തത് ഇതിൻ്റെ ബോർ മാതൃക വരയ്ക്കാനാണ് പറഞ്ഞത്. ബോർ മാതൃക വരയ്ക്കാനായി ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കാം. അറ്റോമിക നമ്പർ 16 എന്ന് പറയുമ്പോൾ 16 പ്രോട്ടോൺ, അപ്പോൾ 16P എന്ന് എഴുതി. ഇനി എത്ര ന്യൂട്രോൺ ആണ്? 16 ന്യൂട്രോൺ ആണ്. അത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവില്ല കേട്ടോ. അതൊന്നുകിൽ കാണാതെ അറിയണം, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എത്ര ഇലക്ട്രോൺ? 16. അതിൽ ആദ്യത്തെ 2 ഇലക്ട്രോൺ ഇവിടെ വയ്ക്കാം. അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ ഓർഡറിലാണ്. അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ. എക്സാമിന് വരയ്ക്കുമ്പോൾ കോമ്പസ് ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. കുറച്ച് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. ഈ പ്രതീകങ്ങൾ ശരിക്കുള്ളതല്ല, യഥാർത്ഥ പ്രതീകങ്ങളല്ല. ഇതിൽ ഒരേ പീരീഡിലുള്ളവ ഏതെല്ലാമാണ്? പീരീഡ് എങ്ങനെയാണ് കണ്ടെത്തുക? ഇതിന് 2 ഷെല്ലാണ്, അപ്പോൾ പീരീഡ് 2. ഇതിന് 3 ഷെല്ല്, അപ്പോൾ 3. ഇതോ 3 ഷെല്ല്, ഇത് 2 ഷെല്ല്. അപ്പോൾ ഒരേ പീരീഡിലുള്ളത് ആരൊക്കെയാണ്? P S.
അവരൊരു പീരീഡിലാണ്. ക്യു ആർ അവർ ഒരു പീരീഡിലാണ്. ഒരേ ഗ്രൂപ്പിലുള്ളവരോ? പിയുടെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 2. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയല്ലേ ഗ്രൂപ്പ് കണ്ടെത്തുക. ക്യൂവിൻ്റെ ഗ്രൂപ്പും 2 ആണ്. അപ്പോൾ പിയും ക്യൂവും ഒരേ ഗ്രൂപ്പിലുള്ളവരാണ്. ആറിൻ്റെ ഗ്രൂപ്പോ? അവസാനം 5 ആണെങ്കിൽ 10 + 5 അതായത് 15. അവസാനം 8 ആണെങ്കിൽ 10 + 8 അതായത് 18. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ഒരേ ഗ്രൂപ്പിലുള്ളത്. അടുത്തത്, ഇവയിൽ ഉത്കൃഷ്ട മൂലകം ഏതാണ്? അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത് ആർക്കാണ്? എസിനാണ്. അപ്പോൾ എസ് ആണ് ഉത്കൃഷ്ട മൂലകം. ഇനി ആർ എന്ന മൂലകത്തിൻ്റെ ഗ്രൂപ്പും പിരീഡും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറിൻ്റെ പിരീഡ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 3. ഗ്രൂപ്പോ? അവസാനം 5 ഇലക്ട്രോൺ അല്ലേ, അപ്പോൾ ഗ്രൂപ്പ് 15. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ആറ്റം ഏതാണ്? ഒന്നാമത്തെ ഗ്രൂപ്പ് മാത്രം എടുക്കാം. ആറ്റത്തിൻ്റെ വലിപ്പം താഴോട്ട് പോകുന്തോറും കൂടുകയാണ്. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? ഡി. അടുത്തത്, ഒന്നാം ഗ്രൂപ്പിൽ അയോണീകരണ ഊർജം ഏറ്റവും കുറവുള്ള മൂലകം ഏതാണ്? വലിപ്പം കൂടുതലുള്ളയാൾക്ക് അയോണീകരണ ഊർജം കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഡിക്കല്ലേ ഏറ്റവും വലിപ്പം കൂടുതൽ. അപ്പോൾ ഡിക്കാണ് ഏറ്റവും കുറവ് അയോണീകരണ ഊർജം. അടുത്തത്, രണ്ടാമത്തെ പിരീഡിൽ ഏറ്റവും ചെറിയ ആറ്റം ഏത് മൂലകത്തിൻ്റെ ആണ്? രണ്ടാമത്തെ പിരീഡ് ഏതാണ്? BeI KLM അങ്ങനെ പോകും. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് M ആണ്. അടുത്തത്, ഇവയിൽ സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെ ഉള്ളവരെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 3 തൊട്ട് 12 വരെ ആരൊക്കെയാണുള്ളത്? ജിയും എച്ചും. L, M എന്നീ മൂലകങ്ങളിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞത് ഏതിനാണ്? എല്ലും എമ്മും ഒരേ പീരീഡിലാണല്ലേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒരു പീരീഡിൻ്റെ ഇടത്തു നിന്ന് വലത്തേക്ക് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എമ്മിനല്ലേ കൂടുതൽ. അതിനർത്ഥം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞത് എല്ലിനാണ്. അടുത്തത്, BI ഇവയിൽ ലോഹീയ സ്വഭാവം കൂടുതൽ ഏതിനാണ്? പീരിയോഡിക് ടേബിളിൻ്റെ ഇടത്ത് വശത്തുള്ളവർക്ക് ലോഹീയ സ്വഭാവം കൂടുതലും വലത്ത് വശത്തുള്ളവർക്ക് കുറവുമാണ്. അതായത് ലോഹീയ സ്വഭാവം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കുറയുന്നു. അപ്പോൾ ബിക്കാണ് ഐനേക്കാളും ലോഹീയ സ്വഭാവം കൂടുതൽ. അടുത്തത്, ഇവയിൽ ഹാലജൻ കുടുംബത്തിൽപ്പെട്ട മൂലകങ്ങൾ ഏതെല്ലാമാണ്? ഗ്രൂപ്പ് 17നെയാണ് ഹാലജൻ എന്ന് പറയുക. എമ്മും എന്നുമാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം. അടുത്തത്, ഇ എന്ന മൂലകത്തിൻ്റെ ഗുണങ്ങളോട് ഏറ്റവും സാമ്യം പുലർത്തുന്ന മൂലകമേത്? ഒരേ ഗ്രൂപ്പിലുള്ളവർക്ക് സാമ്യമുള്ള ഗുണങ്ങൾ അതായത് സ്വഭാവങ്ങളാണ്. ഇയും എഫും രണ്ടാമത്തെ ഗ്രൂപ്പിലല്ലേ, അപ്പോൾ അവർക്ക് ഒരേ ഗുണങ്ങളായിരിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മറ്റു വീഡിയോസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ.